നാട് വിടാൻ ഉദ്ദേശിച്ച ആളല്ല. ഒരു മലയാള അധ്യാപകനായിട്ട് തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിൽ ഒക്കെ ജോലി ചെയ്ത് അങ്ങനെ സുഖമായിട്ട് കൃഷിയും നാടൻ പാട്ടുകളും ഇച്ചിരി സംസ്കൃതമൊക്കെ പഠിച്ച് ഇങ്ങനെ കഴിഞ്ഞു കൂടണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. ഒരു TTC കാര്യത്തിൽ ഒരു ടീച്ചറെ കല്യാണം കഴിക്കണം, അതിനൊരു കൊച്ചു കുടുംബം, അങ്ങനെയൊക്കെ ജീവിച്ചു പോകണമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മോഹം. അപ്പോൾ ഈ സ്കൂളിൽ കെട്ടി വയ്ക്കാൻ വലിയ വക വേണമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ച് ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. പെങ്ങന്മാർ 7 പേരാണ്, സഹോദരങ്ങൾ 3 പേര്, ഞങ്ങൾ 11 പേരാണ്. അപ്പോൾ അമ്മ അപ്പനും ഒക്കെ ഉപദേശിച്ച ഇതനുസരിച്ച് ടെക്നിക്കലായിട്ട് പഠിപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ജോലിക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്നാൽ ഞാനൊരു സൂത്രമൊപ്പിച്ചു. തിരുവോണം നല്ല നാളല്ലേ, തന്നെയല്ല ട്രെയിനിൽ നല്ല സൗകര്യമാണ്, റിസർവേഷൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് ആളുകൾ തിരക്കുണ്ടാവുള്ളൂ, അങ്ങോട്ട് ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടാവും, അപ്പോൾ സുഖമല്ലേ പോകാനും, നല്ല നാളമാണല്ലോ. അപ്പോൾ തിരുവോണത്തിന് എന്നെ വിട്ടാളെന്ന് കണക്കാക്കിയിട്ട് തിരുവോണത്തിന് നാട് കിട്ടും. അങ്ങനെ ബോംബെ പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് 5 കൊല്ലം 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ ഇനി നാട് വിടണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നി. പിന്നെ കുറച്ച് കാലം പഠിപ്പിക്കാൻ, ഇങ്ങനെ ടെക്നിക്കലായിട്ട് പഠിച്ചതൊക്കെ പഠിപ്പിക്കുക എന്നുള്ള ഇതിൽ ഒരു ITCയിലേക്ക് ജോലിക്ക് കിട്ടി. അതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ഡിപ്ലോമയും ഒക്കെ പഠിച്ചു. അങ്ങനെ 4 വർഷം തള്ളി നീക്കി. അതെ, ആ അവസരത്തിൽ എനിക്ക് തോന്നി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. എന്നുവെച്ചാൽ ഇത്രയും കാലങ്ങൾ ഒരു 10-30 വയസ്സ് തള്ളി നീക്കി ഒന്നും സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല, വീട്ടിലും കാര്യമായിട്ടൊന്നും സഹായിക്കാനും പറ്റിയിട്ടില്ല. ഗൾഫിൽ പോയാൽ തന്നെ വലിയ ബുദ്ധിമുട്ടും ചൂടും ഒക്കെ. ഇപ്പം അന്നാ ഇങ്ങനെ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്പിനോ ഒന്ന് പോകാനുള്ള ഒരു മോഹം മനസ്സിലുണ്ടായി. അങ്ങനെയാണ് തൊട്ടയലത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ് പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞു. 83 മാർച്ച് ആദ്യം ഞാൻ ഇവിടെ സ്വിസ്സിലെത്തി. സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സ്വിസ്സിലെത്തി, ഭാഷ പഠിച്ചു തുടങ്ങി. ഭാഷ പഠിക്കാൻ എനിക്ക് കുറേ ഭാഷകൾ അറിയാവുന്നതുകൊണ്ടും ഭാഷയുടെ ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ടും വൈഫ് തന്നെ ഭാഷ കുറച്ച് ഒരു കുഗ്രാമന്മാരുള്ള ലൗഫൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ പഠിച്ച് 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കെറാമിക് കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ ഇരിക്കലേ ജോർജ് മഞ്ഞലി പറഞ്ഞു, ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെ ഓണമുണ്ട്, ഓണം 85 ആണ് ഓണം കൂടാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഓണം നല്ല ഗംഭീര ഓണത്തിൻ്റെ പ്രൗഢി. ഒത്തിരി അധികം പേര്, ഒരു 100-300 പേരോളം കാണും. അത്ര ഉണ്ടായിരുന്നു. മലയാളികളും വളരെ കുറവായിരുന്നു എന്നാണുള്ളത്. ഷോപ്പിംഗൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അങ്ങനെ ഓണം ഒക്കെ നല്ല സൂപ്പർ ഭക്ഷണം. അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ പതിവ് പോലെ തന്നെ കൈയടി വന്ന് ഒരു മൂലയിൽ ഇങ്ങനെ കൂടി. ഇനി ഒന്നുമില്ല, പ്രോഗ്രാം തുടങ്ങാൻ വൈകും. 1/2 മണിക്കൂർ വൈകി, 1 മണിക്കൂറോളൊക്കെ വൈകി കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ ഭാരവാഹികൾ കിടന്ന് ഇതിലേക്ക് കിടന്ന് ചുറ്റുവട്ടം നടുക്ക് കൂടി സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ഭാരവാഹിയോട് ചോദിച്ചു, 1.5 മണിക്കൂറോളൊക്കെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈം നിങ്ങൾ പറഞ്ഞിട്ട് എന്താ തുടങ്ങാത്തതെന്ന് ഞാനൊരു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, മാവേലി ആവാൻ ഒരുങ്ങി വന്ന ആള് ഊണ് കഴിച്ച് എങ്ങടെ പോയെന്ന് കണ്ടില്ല. ഒരു ഇവിടെ സണ്ണി പെരുമാനൂർ നടക്കൽ എന്ന് പറഞ്ഞ ആളാണ് മാവേലി. ആളും നല്ല ടിപ്ടപ്പാണ്, നല്ല സൈസൺ, നല്ല അതിനൊക്കെ പറ്റിയ നല്ല എനിക്ക് എൻ്റെ വലിയ കൂട്ടുകാരൻ തന്നെ. ഒരു കാര്യം, നിങ്ങളിപ്പോൾ അതിൻ്റെ പേരിലാണ് മാവേലിക്ക് ആളന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ കുറേ നാടകങ്ങളും കുറേ മിമിക്രിയും കുറേ പാട്ടും ഒക്കെ ആയിട്ട് ബോംബെയിൽ പലയിടത്തായിട്ടൊക്കെ ഞാനൊക്കെ അഭ്യസിച്ചേക്കുന്നത്. നമുക്കിത് പുത്തിരിയൊന്നുമല്ല, നിങ്ങളാ സെറ്റപ്പൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാം, നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാം. എൻ്റെ രൂപ അതിന് പറ്റിയതാ. അന്നാളുള്ള മാത്രം വയറോ ഒന്നും ഇല്ല എനിക്ക്. എന്നാലും ഞാൻ പറഞ്ഞു ഒന്ന് കെട്ടി നോക്കാം. അങ്ങനെ അത് കെട്ടി ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ വന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്, ഓം ജഗദീശ്വര
പരപരാത്മ ജഗദീശ്വര വന്ദേ. ആ ആ നാല് വരി അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് പാടി നല്ല കിട്ടി. എന്നിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നന്മ വരട്ടെ, നല്ല കാലം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സന്ദേശം കൊടുത്ത് എല്ലാവരും പറഞ്ഞു സൂപ്പറായി, നന്നായി, വളരെ നന്നായി, ഇതിൽ ഇനി മാവേലി ഇതിൽ സൂപ്പറാവാനില്ല. അപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനായി. പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മാവേലി ആയിരുന്നുള്ള വിവരം ഞാൻ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടാവും എന്നെ ഒരു തിരുവോണത്തിന് ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച് ഞാൻ അന്ന് ജലപാനം കുടിക്കാതെ ദൈവത്തോട് 2 കൈ വിരിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മോന് സൽബുദ്ധി തോന്നണേ, നന്നാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഓണം ഞാൻ ഒരു സാധനം രുചി പോലും നോക്കാതെ മുട്ടുമ്പോ നിന്ന് അന്ന് വൈകുന്നേരം കഴിച്ചില്ല, വെള്ളം മാത്രം അല്പം കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. എൻ്റെ മോന് വേണ്ടി ആ മാവേലി തമ്പുരാൻ അതറിയാം, ദൈവത്തിനും അതറിയാം, അതിൻ്റെ പ്രതിഫലനാടാ ഇപ്പം ഈ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ കഴിഞ്ഞു പോയ കാര്യം ഓർക്കുന്നത്, തിരുവോണത്തിന് നാട് വിട്ട കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവം ഏത് കാര്യത്തിന് വേണ്ടി അമ്മയെ ദുഃഖിപ്പിച്ചോ അതേ നാണയത്തിന്റെ മറുവശം പോലെ അതേ ഓണത്തിൽ മാവേലി ആവാനായിട്ടൊരു അവസരം തന്നെ അമ്മയ്ക്ക് സന്തോഷിക്കാൻ കിട്ടി. അപ്പൊ നമ്മുടെ മനസ്സിന് എന്തൊക്കെ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഉണ്ടാവണം, അതിനൊക്കെ ദൈവം നമുക്ക് നല്ലൊരു വശം വേറെ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് ആ വീട്ടിൽ നിന്ന് ഒരു നിലയ്ക്കും പുറപ്പെട്ടു പോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ പാലക്കാട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ, ഞങ്ങൾ അയൽവക്കത്തു നിന്ന് പോയ ഒരു പാർട്ടി ഉണ്ട്, അവരുടെ വീട്ടിൽ ഓണം കൂടാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കും. അതും പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ സ്ഥലം വിട്ടത്. പിന്നീട് എൻ്റെ കത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരു സമാധാനമായ, അവൻ ബോംബെയിൽ എത്തിയിട്ടുണ്ട്, എൻ്റെ മോന് ഭാഷയൊന്നും അറിയില്ലല്ലോ എങ്ങനെ അവിടെ. പിന്നെ എനിക്ക് അമ്മയ്ക്ക് ശാന്തിയായെന്ന് അമ്മ ഞാൻ കത്തിലൂടെ എല്ലാ വിവരങ്ങളും എഴുതിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഈ മാവേലി ആയതിൻ്റെ ഈ അവസരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മ തിരിച്ചു ചോദിക്കുന്നത്, എങ്ങനെ നീ മാവേലി ആയെന്ന് അറിയോ? മോനെ നല്ല സന്ദേശങ്ങളൊക്കെ കൊടുത്തോളൂ കേട്ടോ, അത് നല്ലൊരു റോളാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട റോളുകൾ വളരെ കുറച്ചുള്ളൂ. യേശുക്രിസ്തു ആവാം, സാന്താക്ലോസ് ആവാം, പിന്നെ കർണനാവാം. കർണൻ്റെ റോളും അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. മഹാബലി ആവാം. ഇത്രയും റോളുകളൊക്കെ. പിന്നെ കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച ശെമയോൻ്റെ റോളും അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ യൂദാസ് ആയിരുന്നു, ഒരിക്കൽ പീലാത്തോസ് ആയിരുന്നു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അമ്മയ്ക്ക് ആ റോളുകളൊന്നും ഇഷ്ടമല്ല. പരശുരാമനെന്ന് പറഞ്ഞപ്പോൾ എന്നെ വളരെയധികം വിഷമം പറഞ്ഞു. പക്ഷെ 3-ാം പ്രാവശ്യം ഞാൻ പരശുരാമനായിട്ടുണ്ട്, തന്നെ പരശുരാമനായി ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല കേട്ടറിവുണ്ട്, പുരാണങ്ങളൊക്കെ ഒരുവിധമൊക്കെ നല്ലവണ്ണം അറിയാം. അമ്മ പറഞ്ഞു, പരശുരാമനൊക്കെ അമ്മയൊക്കെ വധിച്ചിട്ടുള്ള ഇതാണ്, അത് അങ്ങനെയുള്ള അവരെയൊക്കെയാണ് നീ എനിക്കിഷ്ടം എന്ന്. അതുകൊണ്ടല്ല അമ്മ, വേറെ ആരുമില്ല ഇങ്ങനെ കോലിടാൻ. അങ്ങനെയാണ് ഞാൻ അങ്ങനെ പരശുരാമനൊക്കെ ആയെന്നൊക്കെ. 71 സ്റ്റേജ് തികച്ചു. ഇനി 72ാമത്തെ സ്റ്റേജിലേക്കാണ് ഇനിയിപ്പോൾ ഞാൻ കിടക്കുന്നത്. 30 വർഷമായി. ഈ ഒരുക്കെന്ന് പറഞ്ഞാലേ, ഒരു മാസം മുൻപേ ഞാൻ എല്ലാ സാധനങ്ങളും പറക്കി കെട്ടി വെച്ചിട്ട് ഓർഡറാക്കി വെക്കും. ഡ്രസ്സും അതുമാതിരി തന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങളും എല്ലാം ഒരു സെറ്റപ്പിൽ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് അപ്പോൾ മേക്കപ്പിന് ഉള്ള ആളുകളെ മുൻകൂട്ടിയൊന്നും നിശ്ചയിക്കാറില്ല. ആദ്യത്തെ ഓണത്തിന് തന്നെ ഇതിന് കോലിട്ടത് തന്നെ ഈ ജെന്നി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു ചേച്ചി, ഒരു സഹോദരി, പിന്നെ നമ്മുടെ സുരാജ് കുട്ടനും കൂടിയിട്ടാണ് എന്നെ മേക്കപ്പ് ചെയ്ത്, 2 പേരും കൂടിയിട്ടാണ് മേക്കപ്പ് ചെയ്ത് ഓൾറെഡി നല്ലൊരു മാവിലിയാക്കിയത്. പലരും കുറേ പേര് എന്നെ ഇങ്ങനെ ഈ രംഗത്ത് എന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ബേബി കാക്കശ്ശേരിയാണ് കൂടുതൽ ഭാഗം. പിന്നെ 30 വർഷമായി മഹാബലിയെ തുടർച്ചയായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, മീശ ഒന്ന് നീട്ടുക, ഒന്ന് വളയ്ക്കുക, കൃതാവ് ഒന്ന് വളയ്ക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ തറ്റുകൊടുക്കുക, ഇത്രയൊക്കെയുള്ളൂ. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ അണിയുക, അത്രയൊക്കെയുള്ളൂ എനിക്കുള്ള പണി. പക്ഷേ അത് ഞാൻ 30 വർഷമായിട്ട്
പൊളി പറയല്ല, മഹാബലിയുടെ ഭാഷയിൽ പറഞ്ഞ പൊളി, കള്ളവുമില്ല പൊളിയുമില്ല ഒന്നുമില്ല. ഇങ്ങനെ ലക്ഷണാമത്തൊരു മഹാബലിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ലക്ഷണമൊത്തൊരു മഹാബലിയെ ഞാൻ കേരളത്തിലും കണ്ടിട്ടില്ല, ഭൂലോകത്തിലും ഒരിക്കലും കണ്ടിട്ടില്ല. മനസ്സിലായില്ല. എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു പഴയ മനസ്സിൻ്റെ ഉടമയാണ്, മഹാബലി ഒരു പഴയ മനസ്സിൻ്റെ ഉടമയാണ്. ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്ഷൻ ഉള്ളത് ഡിഫറൻസുകാരാണ്. അവര് ഒരാൾക്ക് പകരം 10 പേര് വരും, വിളിക്കണ്ട, അല്ലാണ്ട് തന്നെ വന്ന് വേണം സഹായിക്കണമെന്ന് ചോദിക്കും. രസമയ്ക്ക് അതുപോലെ ഇവിടെ ഇപ്പോൾ പിള്ളേർ എത്ര പേര് വേണമെങ്കിലും ഒക്കെ സഹായിക്കണമെന്നൊക്കെ ചോദിക്കും. ചില സംഘടനകളിലുള്ള ഉണ്ടല്ലോ, ഒത്തിരി പേര് വിളിക്കാണ്ട് തന്നെ സഹായിക്കാൻ സന്നദ്ധരായിട്ട് വരും. കാരണം ചിലതിന് ഞാനിരുന്ന് ആളെ കെട്ടാണ്ടൊക്കെ വിഷമിച്ചിട്ടുള്ള ചില സംഘടനകളുണ്ട്. അതിപ്പോൾ എന്താ ചെയ്യുക, നിർബന്ധിച്ച കാര്യങ്ങൾ ഓരോരുത്തരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ വരും. ഞാൻ കണ്ണാടയിൽ നോക്കുമ്പോൾ എനിക്കന്നെ തോന്നും ഒരു ചർച്ച നന്നായിട്ടുണ്ട് എന്ന്. പിന്നെ ജനങ്ങളും നല്ലൊരു അഭിപ്രായം പറയും. പിന്നെ കൂടുതലൊന്നും നല്ല സന്ദേശം മാത്രം, ദൈവ സന്ദേശങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഇന്ന് എനിക്ക് വലിയൊരു പ്രോത്സാഹനം തന്നിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ അംബാസഡർ ബാലകൃഷ്ണൻ സാറ്. എന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പുള്ളി എഴുന്നേറ്റ് നിൽക്കും. അപ്പം ഞാൻ ചോദിക്കും, ആനയെ പേടിക്കണം, ആനപ്പിണ്ടത്തിനെ പേടിക്കണോ? കാല സുഹൃതം തനക്ക് എന്തോ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ താൻ കോലം കെട്ടി വരുന്ന കണ്ട ശരിക്ക് പാതാളത്തിൽ നിന്ന് മഹാബലി വരുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച വ്യക്തിയോട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് നല്ല തമാശയൊക്കെ പറയാറുണ്ട്. പുള്ളി ഒരിക്കൽ മനോരമയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവില് എഡിറ്റോറിയൽ കോളത്തിൽ എൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായി. അത് പിന്നെയാണ് ഇവിടെയുള്ള മലയാളികള് എനിക്ക് വലിയ നല്ല കഥ കണ്ടു. പിന്നെ പത്രങ്ങളിലും അതുവരെ ഞാൻ 10-14 കൊല്ലം കോല കെട്ടിട്ട് ഒരുത്തം പോലും എനിക്ക് എൻ്റെ ഒരു പേരോ ഇതൊന്നും ഒന്നിനും കൊടുത്തിരുന്നില്ല. ഇത് സിസിലെ സൂപ്പർ സ്റ്റാറാണ്. ഞാനൊന്നും വില വെക്കാറില്ല, കേൾക്കും, അതൊക്കെ ഒരു രസമല്ലേ. പിന്നെ ഒരു നേരം പോക്ക് നമുക്ക് ജീവിതത്തിൽ അതൊരു സന്തോഷമായി. പിന്നെ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയും. വെളിച്ചപ്പാട് ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ മഹാബലി വേഷം കൊണ്ട് എനിക്കുള്ളൊരു ഗുണം കിട്ടിയത് സിസിലുള്ള എല്ലാവരും, എല്ലാ മലയാളികളും തന്നെ എന്നെ അറിയും. എനിക്ക് മിക്കവരും എനിക്ക് ഫ്രീ പാസ് തരാറുണ്ട്. പിന്നെ പോക്കുവരത്തൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ അറേഞ്ച് ചെയ്ത് തരും, എല്ലാവരും ഇല്ല, ചിലരൊക്കെ അറേഞ്ച് ചെയ്ത് തരും. കാശ് ചെലവ് കാര്യമായിട്ട് ഇങ്ങനെ ആ പോക്കുവരത്തിന്റെ ചെലവുകളൊക്കെ ഉണ്ടാവുള്ളൂ. പുരസ്കാരങ്ങൾ ചിലർ പണ്ട് ആദ്യമൊക്കെ കിട്ടിയിരുന്നു, വാച്ച്, കൊട, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് സമ്മാനങ്ങളൊന്നും അങ്ങനെ തരാറില്ല. സാന്താക്ലോസും ആവാറുണ്ട്, 10-25 പ്രാവശ്യം സാന്താക്ലോസും ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ റെസ്പെക്ട് എല്ലാവരും എനിക്ക് തരുന്നത് അത് നല്ലൊരു സൂട്ടബിൾ ആണ് എന്ന് എനിക്ക് എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണ്. എനിക്ക് അത് നന്നായിട്ട് ചേരും എന്നുള്ളതിലും ആ ഒരു ബഹുമാനം എല്ലാവരും തരുന്നുണ്ട്. ഈശ്വര ചൈതന്യം ഉള്ളവർക്കല്ലേ ഈശ്വര ചൈതന്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം എൻ്റെ മനസ്സിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ഞാൻ കോലോടുള്ളൂ. അതുമാതിരി തന്നെ ദൈവത്തോട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട് പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നത്. പൊന്നാട 1 ഡസനോളം പൊന്നാട എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പൊന്നാടയാണ് എല്ലാവരും തരുന്നത്. അല്ല അങ്ങനെയെങ്കിലും അത് കിട്ടും. അതെങ്കിൽ അത് ഇല്ലവര് പറഞ്ഞോളൂ, ഒരു പൂവെങ്കിലും കിട്ടിയാൽ അതെങ്കിലും ഒരു സന്തോഷമല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്. പിന്നെ നടന്മാരുടെ നല്ല അഭിപ്രായം എനിക്ക് കിട്ടി. പിന്നെ പാട്ട് പാടാൻ വന്ന അഫ്സലൊക്കെ പറഞ്ഞു, ഞാൻ പിന്തിരിഞ്ഞു നോക്കി, പിന്നെ ഒറിജിനൽ മാവേലി പിന്നില് ഇത് സ്വപ്നമാണോ ആദ്യമോ യാഥാർത്ഥ്യമാണോ എന്ന് ഞാൻ കുറച്ച് പരിഭ്രമിച്ചു എന്നൊക്കെ. അങ്ങനെ കുറെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാവേലിനെ. ശ്വേത നടി പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും സിനിമയിലേക്ക് കയറാൻ വല്ല ചാൻസ്. ഞാൻ പറഞ്ഞു, പലരും എന്നെ സിനിമയിലേക്ക് പല ചാൻസിൽ വിളിച്ചിട്ടുള്ളതാണ്, ഞാൻ പോകാഞ്ഞിട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് സാധാരണ ഇങ്ങനെ ഓണം കൂടാനുള്ള മട്ടില് പിന്നെ എൻ്റെ കോസ്റ്റ്യൂമുകൾ ഒക്കെ ദാനം കിട്ടിയതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ബാക്കി കുട്ടിയെടുത്ത് പോകും. അപ്പോൾ അവിടെ ചെന്ന് ഓണം ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവർ മേക്കപ്പ് ഇടുന്ന മുറിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ മാവേലിയുടെ ഒരു സങ്കല്പമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒരു മായും ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ്റെ കോലാണ് ഞാൻ ഇടാൻ പോകുന്നത്. അങ്ങോരോട് തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു മായം ഒന്നിലും ഒരു മായം അയാൾ ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ അങ്ങോരെ തൃപ്തിപ്പെടുത്താൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ചിട്ടാണ് ഞാൻ ആ കോലിടുന്നത്. കോലിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നുക എന്തോ ഒരു ദിവ്യശക്തി അല്ലെങ്കിൽ ഒരു പ്രചോദനം എനിക്ക് കിട്ടുന്നുണ്ട്, നല്ല ഒരു. അപ്പം തന്നെയില്ല, ഞാൻ പോകുമ്പോൾ ജനങ്ങളും അതേ മട്ടിൽ തന്നെയാണ് എന്നോട് വളരെ വിനീതമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത് പോകുമ്പോൾ ഒരു കണ്ണാടി പോലെ ഈശ്വരൻ്റെ ആ അനുഗ്രഹം എല്ലാവർക്കും ഞാൻ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ കഴിയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിന് നല്ലൊരു സംതൃപ്തി കിട്ടുന്നുണ്ട് ഇങ്ങനെ ഓരോ കോലിടുമ്പോൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഈശ്വരാനുഗ്രഹം നൽകാനും തന്നില്ല എല്ലാവരുടെ ഈ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് തന്നെ തോന്നുക പറ്റാവുന്ന കാലത്തോളം ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ എനിക്ക് പലയിടത്തുനിന്നും ഇപ്പോൾ കോളുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നും വേണ്ട ഗൾഫിൽ നിന്നൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിലും എനിക്ക് ക്ഷണമുണ്ട്. അവിടെ വന്ന് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെ വന്ന് ഒരു പ്രാവശ്യമൊക്കെ വന്ന് ഇങ്ങനെ നീ ഇത്രയും കാലങ്ങളായില്ലേ, അപ്പോൾ അവിടെ നിനക്ക് നല്ലൊരു പ്രസിദ്ധിയൊക്കെ കിട്ടും, വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ബുക്കിടൻ 4 ഓണം, എസ്.എം.യുടെ, ബി ഫ്രണ്ട്സിൻ്റെ, കേളിയുടെ, പിന്നെ ലീസ്റ്റാളിൻ്റെ ഓണം കിട്ടാറുണ്ട്. അപ്പം ചിലതിനൊക്കെ ഞാൻ ഒഴിവ് പറയും. പിന്നെ ഒരു 500ഓളം ആണെങ്കിലും ഉള്ളൊരു ഓണത്തിന് മിക്കതും ഞാൻ കോലിടാറുള്ളൂ. അതിൽ കുറഞ്ഞതിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ പറയും. പിന്നെ വാക്ക് ഞാൻ പാലിക്കും. ചിലതെന്ന് പറഞ്ഞാൽ ചെല്ലും, അത് ഭംഗിയാക്കി അത് അതിൻ്റെ വേണ്ട വിധത്തിൽ. ചില ഇതിലൊക്കെ അവർ പല നിയമങ്ങളൊക്കെ പറയും, അങ്ങനെ പറയണം, രാഷ്ട്രീയം പറയണം, അതൊന്നും ഞാൻ പറയാൻ പറ്റില്ല. ഒരിക്കലൊരു മനുഷ്യൻ്റെ എൻ്റെ അടുത്ത് 4 പേജ് എഴുതി കൊണ്ടുവന്നിരിക്കണം. ഇത് വിളിച്ചു പറയാം, നാട്ടിലെ പട്ടിണി, ഭരണം ശരിയല്ല എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് മാവേലി ചിരഞ്ജീവിയാണ്. അയമ്മവർക്ക് ദൈവം എസ്പെഷ്യലി കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. വർഷം തോറും തൻ്റെ ജനതേനെ പോയി കണ്ട് എങ്ങനെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പ്രത്യേകം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് അമ്മവർക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ആത്മാവായിട്ടാണ് ഞാൻ അവിടെ ഒരു സങ്കല്പ പുരുഷനായിട്ടാണ് ഞാൻ അതിൽ വരുന്നത്. അപ്പം ഈ 4 പേജ് ഇങ്ങനെ വായിക്കേണ്ട ചെങ്ങാതി ഇത് പൊളിറ്റിക്കല്ല. ഈശ്വരനെ കൊണ്ട് നമ്മൾ സർക്കസ് കളിപ്പിക്കാമോ, കുരങ്ങ് കളിപ്പിക്കാമോ എന്ന് ഞാൻ അങ്ങോട്ടോട് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ അങ്ങനെ വേണമെന്ന് വെച്ചാൽ വേറെ മാവേലിനെ പിടിച്ചു. ഞാൻ വെറും സന്ദേശം കൊടുക്കും ഇതിൽ കൂടുതൽ. പിന്നെ ചിലർക്ക് നാടകം കളിക്കണം, ചിലർക്ക് 50 ഡിഗ്രി ചരിഞ്ഞ് വരണം, 45 ഡിഗ്രി ചരിഞ്ഞ് വരണം, മാവേലി തലകുത്തി മറിയണം, കള്ളനെ ഓടിച്ച് പിടിക്കണം മാവേലി. ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കളിക്കാൻ ഇവനൊന്നും തലയ്ക്ക് വെളിവില്ലേ, ബുദ്ധിയില്ലേ, വിവേകമില്ലേ. ഭക്തിയാണ് വേണ്ടത്, പാണ്ഡിത്യമല്ല വേണ്ടത്, വിജ്ഞാനമല്ല വേണ്ടത്, വിവേകമാണ് വേണ്ടത്. ഇതില്ലാത്ത മനുഷ്യരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവർക്ക് ഈശ്വരന്റെ സങ്കല്പം അറിയില്ല. എത്ര മനോഹരമാണ് ഈശ്വരന്റെ സങ്കല്പം. ഏറ്റവും മറക്കാനാവാത്ത അനുഭവം, ഓണത്തിനൊക്കെ പോണേലും എനിക്ക് കൂടുതൽ പ്രോത്സാഹനം സന്തോഷമായിട്ടുള്ളത് 3 ദിവസം ഞാൻ സിറ്റി ആൻഡ് ട്രാവൽസ് ഇതിൻ്റെ ഒരു പരസ്യം സൂറിച്ചിൽ ഒരു സിറ്റി ആൻഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ പവീലിയനിൽ ഇന്ത്യക്ക് വേണ്ടി കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ മാവേലിക്കോലം കെട്ടി നിന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമായി. എന്തുമാത്രം പേര് വിദേശികൾ പലരും വന്ന് ഫോട്ടോ ആയിരക്കണക്കിന് ഫോട്ടോ എടുത്തു. അതുമാതിരി തന്നെ വീഡിയോ പിടിച്ചു. ചില കൊച്ചു ഡോക്യുമെൻ്ററി പിടിച്ചു. ബംഗ്ലാദേശുകാർ, പാകിസ്ഥാൻകാരൊക്കെ പല രാജ്യക്കാരും, പിന്നെ ഒരുപാട് സ്ത്രീകളൊക്കെ ഫ്രീ ആയിരുന്നു ഫോട്ടോ എടുക്കുന്നത്. എനിക്കൊരു സിംഹാസനം ഒരുക്കിണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിൽ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. കാലത്ത് 7 മണി തുടങ്ങി, 7:30 അല്ലെങ്കിൽ 8 മണി തുടങ്ങി വൈകിട്ട് 7 മണി വരെ. നമ്മുടെ വർഗീസ് ഇടാട്ടുകാരനാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ച് ഞാൻ ആ കോലം ഇട്ടത്. എനിക്കത് വളരെ സന്തോഷമുള്ളത് തരുന്നത്. അതിലും വലിയൊരു അത്ഭുതം, ഞാൻ
അല്പനേരം ഒന്ന് വേറെ ഒരാളോട് സംസാരിച്ചിരിക്കുന്ന നേരത്തെ ഒരു ഗുജറാത്തി സ്ത്രീ വന്ന് ഒരു താലത്തിൽ ഈ പൂവമ്പഴവും ലഡുവും സർവ്വസാധനങ്ങളൊക്കെ വെച്ച് എനിക്ക് പൂജ ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മുന്നിൽ ഇത് കാണുന്നത്. ചന്ദനത്തിന്റെ മണം വരും, ചന്ദനത്തിരിയുടെ മണം വരുന്നു. അവര് കർപ്പൂരമൊക്കെ കത്തിച്ച് ദൈവമായിട്ട് പൂജ ചെയ്തു. അവരുടെ ഒരു ബന്ധുവും കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ വെറും ഒരു എക്സിബിഷന്റെ ഒരു പ്രോഗ്രാം ഇതായിട്ട് നിൽക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഭക്തിപരമായിട്ട് നിൽക്കുന്നത് അല്ലാതൊക്കെ പറഞ്ഞിട്ടും അവർക്ക് അത് വളരെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അതെനിക്ക് വലിയ മറക്കാനാവാത്ത നല്ലൊരു അനുഭവമായിരുന്നു. വേദനിക്കുന്ന അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയറായിട്ടുള്ളൂ. ചിലപ്പോൾ കോലം കെട്ടി ചിലരുണ്ടല്ലോ ഒടുവിൽ എഴുന്നള്ളിയാൽ മതി. അങ്ങനെ ചിലപ്പോൾ ചില സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ മാവേലി മുന്നിൽ വരണ്ട, അവർ ചില തല തിരിഞ്ഞ ഈ ഒടുവിൽ പ്രോഗ്രാമിന്റെ ഒടുവിൽ വിളക്ക് കത്തിക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ, അവരുടെ പോലെ അവര് ചില കാര്യങ്ങൾ തീരുമാനിക്കും. അവരുടെ ചില പ്രോഗ്രാം കുത്തി കയറ്റി കഴിഞ്ഞ് ഒടുവിൽ വന്നാൽ മതി മാവേലി. ചിലർക്ക് മാവേലി സ്റ്റേജിൽ വന്നാൽ മതി, ചിലർക്ക് ഈ ഹാളിൽ കൂടെ തന്നെ വരണം. പല തരത്തിലൊക്കെയുള്ള ഇതുകള്. പിന്നെ ഇത് കെട്ടി ഇരിക്കാന്ന് പറയുന്നത്, കുറെ നേരം ഇരിക്കാന്ന് പറയുന്നത് ബോറിംഗ് ആണ്. പിന്നെ എനിക്ക് പിന്നെ ഈ രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സന്തോഷമായി. സമയം വേണം ഒരുങ്ങാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്ക് ഒരു മണിക്കൂറോളം വേണം. എനിക്കും മക്കൾക്കും എല്ലാം വളരെ ഇഷ്ടമാണ് ഈ മാവേലി വേഷം കെട്ടുന്നത്. ചേട്ടനത് തോമസേട്ടനത് നല്ലവണ്ണം ചേരുന്നു എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ആദ്യമായിട്ട് സ്റ്റേജിൽ അഭിസന്ധി എന്ന നാടകത്തിൽ കൂടെ വരുന്നത് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് പോൾ കടങ്ങത്ത് പറമ്പിലാണ്. പലപ്പോഴായിട്ട് പലരും എന്നോട് പറയാനുണ്ട്, തോമസേട്ടൻ തന്നെ എന്ന് മാവേലി ആയാൽ മതിയോ, വേറെ വല്ലവർക്കൊക്കെ വല്ല ചാൻസ് കൊടുക്കുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ഒരവസരത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി എന്നോട് 1-2 പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും. വലിയ ഓണത്തിന് മാവേലി കോലം അയച്ചു വെച്ച് കഴിഞ്ഞ് വന്ന് 2 വാക്ക് ജനങ്ങളോട് സംസാരിച്ചു. എനിക്ക് പ്രായമായി, 10-60 വയസ്സായി, ഇനി ചെറുപ്പക്കാരൊക്കെ രംഗത്ത് വരട്ടെ, മാവേലി ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജനം ഒന്നടക്കം എന്നോട് പറഞ്ഞു, മാവേലി മാറണ്ട, മാവേലി തന്നെ വരണം, തോമസേട്ടൻ തന്നെ മതി എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ തോറ്റുപോയി. പിന്നെ ആദ്യത്തെ ഓണങ്ങൾക്കൊക്കെ മലയാളം പ്രോഗ്രാമുകളായിരുന്നു കൂടുതൽ. ഇപ്പൊ തമിഴും ഹിന്ദിയും പോയിപ്പോ വിദേശ സ്വാധീനം കൂടി, ഇംഗ്ലീഷിന്റെയും ഒക്കെ സ്വാധീനങ്ങളൊക്കെ അതൊക്കെ പിന്നെ കാലനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളണ്ടേ. അപ്പൊ പണ്ട് ഓണസദ്യക്ക് കുറേ കൂടി ആളുകളുടെ സഹകരണം കൂടുതലുണ്ടായിരുന്നു. ധാരാളം പേര് തലേ ദിവസം വരും. ഇപ്പൊ ഇച്ചിരി കുറവുകൾ കാണുന്നുണ്ട് ഞാൻ. ആ കൂട്ടായ്മ എത്ര കാലം നിൽക്കുന്നത് ദൈവത്തിനറിയാം. ഇത് ഈ ഓണം പോയി കുറച്ച് കാലം കഴിയുമ്പോൾ ഓരോ സംഘടന തല്ലി തിരിഞ്ഞ് അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കലും ഒക്കെ ആവും ഓണം. പക്ഷെ ഇത്രയും കാലം ഇതിന്റെ ഇതനുസരിച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇവിടെ ഇപ്പോൾ ഉള്ള ഏത് സംഘടന കൂടിയാലും കുഴപ്പമില്ല. ആള് കൂടുന്നതിനനുസരിച്ച് സംഘടന കൂടും, അത് ശരിയാ. അതിനിപ്പോൾ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയല്ല, ആ കൂട്ടായ്മയ്ക്ക് ഒരു ഇച്ചിരി കുറവ്, ഒരു മന്ദീഭാവം കാണുന്നുണ്ട്. എൻ്റെ ഹോബികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A to Z ആണ്. ഞാൻ പാടും, കവിത എഴുതും, നാടൻപാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ തമിഴാണ്. പിന്നെ കഥ എഴുതും, കിട്ടുന്ന നാടകങ്ങളിലൊക്കെ അഭിനയിക്കും, പറ്റാവുന്നവർക്കൊക്കെ. ഏത് റോളൊന്നും ഇതില്ല. പിന്നെ നന്നായിട്ട് കോഹൻ ചെയ്യാൻ ഇവിടെ ഇപ്പോൾ ചോറ് വയ്ക്കല് പല സംഘടനകൾക്കും ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ ഒരു കുത്തക കുറേ കാലങ്ങളായിട്ട്. പിന്നെ ചിലർക്ക് എന്നെ പിഷ്കാന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പിഷ്കണമെന്നല്ല, ദാനധർമ്മങ്ങൾക്ക് ഒട്ടും കുറവില്ല. ഒത്തിരി 6 ഏക്കർ സ്ഥലത്തോളം ഞാൻ നാട്ടിൽ പലയിടത്തും വാങ്ങിച്ചും ഇതായിട്ടും എനിക്ക് കിട്ടിയ ഇതകളും ഒക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കൾക്കാണ്. പിന്നെ സഹായങ്ങൾ ചോദിച്ചു വരുന്ന പാവപ്പെട്ടവരും ഞാൻ വെറും കൈയോടെ വിട്ടിട്ടില്ല. അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും. പണ്ടു തപസിനു വേണ്ടി കടലിൽ ഉണ്ടാക്കി ഞാൻ കൊച്ചു കേരളത്തെ
ഇപ്പോൾ വേണ്ടായിരുന്നെന്നെ തോന്നിയാസം ഓരോന്നും കണ്ടിടുമ്പോൾ വെള്ളത്തിൽ നിന്നുയർന്നത് കൊണ്ടാമോ വെള്ളത്തിൽ തന്നെ കഴിയാൻ യോഗം. ഇനി ഈ കവിക്ക് ചോദിക്കാനുള്ളത് ഒരു 1000 ന്യായങ്ങളാണ്. പണ്ടമ്മയെ കൊന്ന ഞാൻ ക്രൂതന വീണ്ടും വന്നെത്തിയിടും മൺവാഴുവായി അന്നെറിയുന്ന മാഴു കൊണ്ടു കേരളം മുങ്ങിടും അറബിക്കടലിൽ വീണ്ടും. അങ്ങനെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? സുനാമിയാണ്. ഇത് 30 കൊല്ലം മുന്നേ എഴുതിയതാ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ മലയാളം എന്നാ ഞാൻ പറയുള്ളൂ. തമിഴ് നന്നായിട്ട് അറിയാം, പിന്നെ ഇപ്പോൾ ജർമ്മൻ, ഇംഗ്ലീഷ്, അതുമാതിരി തന്നെ ഹിന്ദി, അച്ചി തരഹ്. സംഘടനകളോട് പറയാനുള്ള ഉദ്ദേശം എനിക്ക് തല്ലിപ്പിരിയാതെ എത്ര വലിയ ശക്തിയാവുന്നു അത്രയും നല്ലതാണ്. അതിൽ പ്രസിഡന്റിന് കഴിവുകൂടി, സെക്രട്ടറിക്ക് കഴിവുകൂടി, അല്ലെങ്കിൽ അവൻ ചെയ്ത് ശരിയായില്ല ഇവൻ അത് ഞാൻ ഇപ്പം ചിരിക്കാതെ എല്ലാവർക്കും നല്ലോണം പൊട്ടിച്ചിരിക്കാനായിട്ട് ഞാനൊരു തമാശ പറയും. കോഴി വിചാരിക്കും, കോഴിച്ചാത്തനൊക്കെ വിചാരിക്കുന്നത് അവൻ കുവിയില്ലെങ്കിൽ നേരം മടക്കില്ലെന്ന്. ഞാൻ ഇവിടെ എല്ലാ മലയാളികളോട് പറയും, ഞാൻ 30 കൊല്ലം കോലം കെട്ടിയോണ്ട് സ്വിറ്റ്സർലാൻഡിന് എന്ത് നല്ല സ്ഥാനം എന്നറിയോ? അവർ എക്കണോമിയിൽ നിന്ന് അവരുടെ പിറകോട്ട് പോയിട്ടില്ല. അത് ഞാൻ ഈ മാവേലിയായിട്ടാണ് എന്നൊക്കെ ഞാൻ തമാശ പറയും. ലോകത്തുള്ള എല്ലാ മലയാളികളും കേൾക്കണം. നമ്മളുടെ പാരമ്പര്യം അതുമാതിരി എല്ലാ കാര്യങ്ങളും വെച്ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, മലയാളി എന്നുള്ളത് മാലോകർ ലാളിയായിട്ട് മാറണം. അമ്മ മലയാളത്തെ കൊല്ലല്ലേ, തഴയല്ലേ മക്കളെ തഴയല്ലേ, അമ്മ മലയാളത്തെ തഴയല്ലേ. ആരെങ്കിലോടും കടപ്പാടോ നന്ദിയോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതായത് വളരെ നല്ലവരായ ഷെയ്സിലെ എല്ലാ മലയാളികളോടും, പിന്നെ ഓരോ സംഘടനയാണ് പേരെടുത്ത് പറഞ്ഞാൽ 1000 പേരുടെ പേര് പറയുന്നത്, അവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്ത് ഞാൻ കാണും. എല്ലാ സംഘടനകളുടെയും മെമ്പറിൽ നിന്ന് എനിക്ക് നല്ല അഭിപ്രായം പറയാനുള്ളൂ. അവരൊക്കെ അഹമഴിഞ്ഞ നല്ല ഒരു സഹകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൽ ഒത്തിരി നന്ദി പറയാനുണ്ട്. ഞാൻ അവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. മാവേലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. സർവ ഐശ്വര്യങ്ങൾ
സർവേശ്വരൻ നിങ്ങളെ സർവ്വവിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കലിയുഗമാണ്. ദിവ്യചൈതന്യത്തിന്റെ അത്യാവശ്യമുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നു പോകുന്നത്. ആയതുകൊണ്ട് എല്ലാവർക്കും സർവ്വവിധ ദിവ്യചൈതന്യവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.